ഹായ് സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അതിൽ വാട്ടർഫോൾ മോഡൽ പഠിച്ചു. അപ്പോൾ സെക്കൻഡ് വരുന്നതാണ് ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡൽസ്. അപ്പോൾ വാട്ടർഫോൾ മോഡൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞാൽ, വാട്ടർഫോൾ മോഡൽ എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ മോഡലാണ് അല്ലേ. അതായത് നമ്മൾ പ്രോസസ് മോഡൽസിൻ്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആ സ്റ്റെപ്സ് ആ സീക്വൻസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു മോഡലായിരുന്നു. അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്തു, ദെൻ ത്രൂ ഡിപ്ലോയ്മെൻറ്റ്, അത് ഒരു കസ്റ്റമർക്ക് ഡെലിവർ ചെയ്യുന്നവരെയുള്ള സ്റ്റെപ്സാണ് വാട്ടർഫോൾ മോഡൽ പറഞ്ഞത്. കമ്മ്യൂണിക്കേഷൻ, പ്ലാനിങ്, മോഡലിംഗ്, കൺസ്ട്രക്ഷൻ ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് അല്ലേ. അങ്ങനെ നമ്മൾ ക്ലാസിക് ലൈഫ് സൈക്കിൾ മോഡൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് വരുന്നതാണ് ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡൽ എന്ന് പറഞ്ഞാൽ. ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡൽ. അപ്പോൾ ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പേരിനകത്തുണ്ട് ഇൻക്രിമെൻറ്റ്സ് ആണ് അല്ലേ. അപ്പം ഒരു അറ്റ് എ ടൈമിൽ, അതായത് ഒരു ഫസ്റ്റത്തെ ഒരു ഡെവലപ്മെൻറ്റിൽ നമുക്കൊരു കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ അവിടെ ഡെവലപ്പ് ആവുന്നില്ല. അതിന് പകരം കുറേ ഇൻക്രിമെൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ ഒരു കംപ്ലീറ്റ് സോഫ്റ്റ്വെയറിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ഇൻക്രിമെൻറ്റിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻക്രിമെൻറ്റ് കാണിക്കുന്നതാണ് ഇത്, ഫസ്റ്റ് ഇൻക്രിമെൻറ്റ്. ആ ഫസ്റ്റ് ഇൻക്രിമെൻറ്റിൽ നമ്മൾ നേരത്തെ വാട്ടർഫോളിൽ യൂസ് ചെയ്ത എല്ലാ സ്റ്റെപ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, പ്ലാനിങ്, മോഡലിംഗ്, കൺസ്ട്രക്ഷൻ, ഡിപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇൻക്രിമെൻറ്റിൽ ഒരു പ്രോഡക്റ്റ് കിട്ടും. അങ്ങനെ കിട്ടുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മൾ കോർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് when incremental process model is used, first increment is a core product. ഫസ്റ്റ് ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് കോർ പ്രോഡക്റ്റ് ആയിരിക്കും. ഈ കോർ പ്രോഡക്റ്റിനകത്ത് ബേസിക് റിക്വയർമെൻറ്റ്സ് ആർ അഡ്രസ്ഡ്. ബേസിക് റിക്വയർമെൻറ്റ്സ് മാത്രമാണ് ഈ ഒരു കോർ പ്രോഡക്റ്റിൻ്റെ അകത്ത് ഉണ്ടാവുക. ബട്ട് മെനി സപ്ലിമെൻ്ററി ഫീച്ചേഴ്സ് റിമെയിൻസ് അൺഡെലിവേർഡ്. കുറേ സപ്ലിമെൻ്ററി ഫീച്ചേഴ്സൊക്കെ അവിടെ ഡെലിവർ ആവാതെ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇൻക്രിമെൻറ്റിൽ വരുന്ന പ്രോഡക്റ്റാണ് കോർ പ്രോഡക്റ്റ്. ഈ കോർ പ്രോഡക്റ്റിനകത്ത് ബേസിക് റിക്വയർമെൻറ്റ്സ് മാത്രമാണ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു കോർ പ്രോഡക്റ്റ് കസ്റ്റമറിന് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ അവരത് എക്സാമിൻ ചെയ്യുമോ അല്ലെങ്കിൽ അവരത് അനലൈസ് ചെയ്തിട്ട് അതിൽ എന്തൊക്കെ എക്സ്ട്രാ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം എന്നുള്ളത് പറയില്ല. അപ്പോൾ നമ്മൾ അടുത്തൊരു ഇൻക്രിമെൻറ്റിൽ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അടുത്തൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യും അല്ലെങ്കിൽ ഡെലിവർ ചെയ്യും. അപ്പോൾ വീണ്ടും അത് എക്സാമിൻ അങ്ങനെ കുറേ ഇൻക്രിമെൻറ്റ്സ് ആയിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കംപ്ലീറ്റ് വേർഷൻ ഓഫ് ദ സോഫ്റ്റ്വെയർ ആണ് ലാസ്റ്റ് ഇൻക്രിമെൻറ്റിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻക്രിമെൻ്റൽ മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് ഡെലിവേഴ്സ് എ സീരീസ് ഓഫ് റിലീസസ് വരുന്നുണ്ട്, കോൾഡ് ഇൻക്രിമെൻറ്റ്സ്. ഇങ്ങനെ ഓരോ സീരീസ് ആയിട്ട് ഡെലിവർ ചെയ്യുന്നതിന് നമ്മളതിന് ഇൻക്രിമെൻറ്റ്സ് എന്ന് പറയും. ദാറ്റ് പ്രൊവൈഡ് പ്രോഗ്രസീവ്ലി മോർ ഫങ്ഷണാലിറ്റി ഫോർ ദ കസ്റ്റമേഴ്സ് ആസ് ഈച്ച് ഇൻക്രിമെൻറ്റ് ഈസ് ഡെലിവർ. ഓരോ ഇൻക്രിമെൻറ്റ് ഡെലിവർ ചെയ്യുന്ന സമയത്തും അതിനകത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രോഡക്റ്റിലേക്ക് മോർ ഫങ്ഷണാലിറ്റീസ് ആഡ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ മോർ ഫങ്ഷണാലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ കസ്റ്റമേഴ്സിന് ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞാൽ ഫസ്റ്റ് ഇൻക്രിമെൻ്റ് പറയുന്നത് കോർ പ്രോഡക്റ്റാണ്. അതെന്ന് പറഞ്ഞാൽ ബേസിക് റിക്വയർമെൻറ്റ്സ് മാത്രമേ ഉണ്ടാവും. സെക്കൻഡ് ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ചും കൂടെ ഫങ്ഷണാലിറ്റി, അഡീഷണൽ ഫങ്ഷണാലിറ്റി ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ ഓരോ ഇൻക്രിമെൻറ്റ്സിനും മോർ ഫങ്ഷണാലിറ്റീസ് ആഡ് ചെയ്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻക്രിമെൻറ്റ്സ് ആണ് കസ്റ്റമറിന് ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം നീഡ് ടു പ്രൊവൈഡ് എ ലിമിറ്റഡ് സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർ ഫങ്ഷണാലിറ്റി യൂസേഴ്സ് ക്വിക്ക്ലി. ഇപ്പോൾ ഒരു യൂസർ അല്ലെങ്കിൽ ഒരു കസ്റ്റമറിന് പെട്ടെന്ന് തന്നെ ഒരു സോഫ്റ്റ്വെയർ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ടൈം മാത്രമേ ഉള്ളൂവെങ്കിൽ ഈ ഒരു മെത്തേഡ് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം അവർ പറഞ്ഞിരിക്കുന്ന ഒരു ടൈമിനുള്ളിൽ, കസ്റ്റമർ ആവശ്യപ്പെട്ട ഒരു ടൈമിനുള്ളിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യൽ ഡെലിവർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഈ ഒരു ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആ സമയത്ത്, കാരണം ആ ഒരു പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ ഒരു ഇൻക്രിമെൻ്റ് അവർക്ക് കൊടുക്കാം. അപ്പോൾ കസ്റ്റമർ അത് അനലൈസ് ചെയ്യും, ദെൻ അടുത്തൊരു സമയത്തിനുള്ളിൽ അവർ പറയുന്ന ഒരു സമയത്ത് അടുത്തൊരു ഇൻക്രിമെൻറ്റ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഷോർട്ടഡ് പീരീഡ് അവരെ ക്വിക്കായിട്ട് നമുക്കൊരു സോഫ്റ്റ്വെയർ റിലീസ് ചെയ്യണമെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന മോഡലാണ് ഈ ഒരു ഇൻക്രിമെൻ്റൽ മോഡൽ എന്ന് പറയുന്നത്. ദെൻ ഈ ഇൻക്രിമെൻ്റൽ മോഡൽ പറയുന്നത് ബോത്ത് ലീനിയർ ആൻഡ് പാരലൽ പ്രോസസ് മോഡൽ. ഇവിടെ ലീനിയറുണ്ട്, അതേപോലെ തന്നെ പാരലൽ പ്രോസസ് ഫ്ലോ ആണ് അതിൽ വരുന്ന ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇൻക്രിമെൻ്റൽ മോഡൽ അപ്ലൈസ് ലീനിയർ സീക്വൻസസ് ഇൻ സ്റ്റഗേർഡ് ഫാഷൻ ആസ് എ കലണ്ടർ ടൈം പ്രോഗ്രസ്. ഒരു കലണ്ടർ ടൈം പ്രോഗ്രസ്സിൽ വരുന്ന ലീനിയർ സീക്വൻസസ് ആണ് ഇതിൽ ഉള്ളത് ഈ ഒരു ഇൻക്രിമെൻ്റൽ മോഡലിലുള്ളതെന്ന് പറയാം. ഈച്ച് ലീനിയർ സീക്വൻസ് ഡെലിവർ ചെയ്യുന്ന ഒരു ഇൻക്രിമെൻ്റ് ഓഫ് ഈച്ച് ലീനിയർ സീക്വൻസ് ഡെലിവേഴ്സ് എ ഇൻക്രിമെൻ്റ് ഓഫ് എ സോഫ്റ്റ്വെയർ.
ഓക്കെ, അങ്ങനെ ഇൻ എ മാനർ ദാറ്റ് ഈസ് സിമിലർ ടു ഇൻക്രിമെൻറ്റ്സ് പ്രൊവൈഡഡ് ബൈ എ എവല്യൂഷണറി പ്രോസസ്. അങ്ങനെ കുറേ ഇൻക്രിമെൻറ്റ്സ് വരുന്നതാണ് എന്ത് ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എടുക്കുക. ഇപ്പോൾ വേർഡ് പ്രോസസ്സിങ് സോഫ്റ്റ്വെയർ ആണെന്ന് ഉദ്ദേശിക്കുക. വേർഡ് സോഫ്റ്റ്വെയർ പ്രോസസ്സിങ് ആകുന്ന സമയത്ത് ഇൻക്രിമെൻ്റൽ ഡെവലപ്മെൻറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ബേസിക് ഫയൽ മാനേജ്മെൻറ്റ്, എഡിറ്റിംഗ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷനൊക്കെ ഫസ്റ്റ് ഇൻക്രിമെൻറ്റിൽ കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻക്രിമെൻറ്റ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഇൻക്രിമെൻറ്റ് ചെയ്യും അതിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ആഡ് ചെയ്തു. അതായത് ആ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ എഡിറ്റിംഗ് ആഡ് ചെയ്തു, ഡോക്യുമെൻറ്റ് പ്രൊഡക്ഷൻ കാപ്പബിലിറ്റീസ് അതൊക്കെ സെക്കൻഡിൽ ആഡ് ചെയ്തു. ഇനി അടുത്തൊരു ഇൻക്രിമെൻറ്റിൽ കുറച്ചും കൂടെ ഫംഗ്ഷൻ, അതായത് സ്പെല്ലിങ്, ഗ്രാമർ ചെക്കിങ് അങ്ങനത്തെ ഒക്കെ എന്ത് ചെയ്യും അടുത്തൊരു ഇൻക്രിമെൻറ്റ്. ഇനി അടുത്തൊരു ഇൻക്രിമെൻറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും പേജ് ലേ ഔട്ട് കാപ്പബിലിറ്റി, അങ്ങനെ അങ്ങനത്തെ അപ്പോൾ ഓരോരും എന്ത് ചെയ്യുക ആദ്യം ബേസിക് ആയിട്ടുള്ള സാധനം. ഒരു വേർഡ് എന്ന് പറയുമ്പോൾ അതിൽ ബേസിക് ആയിട്ട് എന്താണ് ഒരു ഫയൽ മാനേജ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെ ബേസിക്. അപ്പോൾ ഓരോ ഇൻക്രിമെൻറ്റിൽ എന്ത് ചെയ്യുക അതിൽ അഡീഷണലായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് ഒരു കംപ്ലീറ്റ് സോഫ്റ്റ്വെയറിലേക്ക് പോകും. അതാണ് ഇൻക്രിമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പ്രോഡക്റ്റ് കോർ പ്രോഡക്റ്റാന്ന് പറഞ്ഞു. ആ കോർ പ്രോഡക്റ്റിനകത്ത് എന്ത് ചെയ്യുന്നു അഡീഷണൽ ദ പ്ലാൻ അഡ്രസ്സസ് ദി മോഡിഫിക്കേഷൻ ഓഫ് കോർ പ്രോഡക്റ്റ് ടു ബെറ്റർ മീറ്റ് ദ നീഡ്സ് ഓഫ് കസ്റ്റമർ അല്ലേ. ഇനി അടുത്തൊരു ഇൻക്രിമെൻറ്റിൽ മോർ ഫീച്ചേഴ്സ് അഡീഷണൽ ഫീച്ചേഴ്സ് ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്ത് കുറച്ചും കൂടി ഒരു ബെറ്റർ സോഫ്റ്റ്വെയർ ആയിട്ട് എന്ത് ചെയ്യും ഡെലിവറി ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും ഒരു കംപ്ലീറ്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഓരോ ഇൻക്രിമെൻറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ലാസ്റ്റ് എന്ത് ചെയ്യും ഒരു കംപ്ലീറ്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ആവും. ഇനി ഈ ഒരു ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാഫിങ് ഈസ് അൺഅവൈലബിൾ. ഒരു കംപ്ലീറ്റ് ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ളൊരു സ്റ്റാഫ് ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനെ അൺഅവൈലബിൾ ആകുന്ന കേസിൽ കുറച്ച് ആൾക്കാരെ മാത്രം ഫ്യൂവർ പീപ്പിൾസിനെ വെച്ചുകൊണ്ട് നമുക്കൊരു ഏർലി ഇൻക്രിമെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഈ ഒരു ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡൽ പറയുന്നത്. അപ്പോൾ അത് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ഇൻക്രിമെൻറ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദെൻ അഡീഷണൽ സ്റ്റാഫിനെ ആഡ് ചെയ്തുകൊണ്ട് ടു ഇംപ്ലിമെൻറ്റ് ദ നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ്, അടുത്തൊരു ഇൻക്രിമെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതാണ് ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡൽ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വരുന്നതാണ് എവല്യൂഷണറി പ്രോസസ് മോഡൽ. എവല്യൂഷണറി പ്രോസസ് മോഡൽ എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻ്റ് മോഡൽ പോലെ തന്നെ ഇവിടെ നമ്മൾ കസ്റ്റമേഴ്സ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട് പ്രോഡക്റ്റ് ഇങ്ങനെ ഡെലിവർ ചെയ്യുന്നുണ്ടെങ്കിലും ഇറ്റ് പ്രൊഡ്യൂസ് ആൻഡ് ഇൻക്രീസ്ലി മോർ കംപ്ലീറ്റ് വേർഷൻ ഓഫ് ദ സോഫ്റ്റ്വെയർ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്രിമെൻ്റൽ മോഡലിനേക്കാളും കുറച്ചുകൂടി കംപ്ലീറ്റ് വേർഷൻ ഓഫ് ദ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഓരോ ഐട്രേഷൻ എന്ന് പറയും. ഇവിടെ ഓരോ ഐട്രേഷൻ്റെ അകത്ത് കസ്റ്റമർക്ക് ഡെലിവർ ചെയ്യുന്നത്. ഓക്കെ, എവല്യൂഷണറി മോഡൽസ് ഓഫ് ഐട്രേറ്റീവ് ആണ്. ദേ ആർ ക്യാരക്ടേഴ്സിൻ്റെ ബൈ ദ enable you to develop increasingly more complete version of the software. ഒരു സോഫ്റ്റ്വെയറിൻ്റെ മോർ കംപ്ലീറ്റ് വേർഷനാണ് എന്ത് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് ഡെലിവർ ചെയ്യുന്നത്. ഇപ്പോൾ 2 കോമൺ എവല്യൂഷണറി പ്രോസസ് മോഡലാണ്. ഒന്ന് പ്രോട്ടോടൈപ്പിങ്, ദെൻ ഒന്ന് സ്പൈറൽ മോഡൽ. അപ്പോൾ എവല്യൂഷണറി പ്രോസസ് മോഡലിന് 2 ടൈപ്സ് ഉണ്ട്. 2 കോമൺ എവല്യൂഷണറി പ്രോസസ് മോഡൽസ് ആണ്. ഒന്ന് പ്രോട്ടോടൈപ്പിംഗ്. പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇത് പേരിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. എന്താ ഒരു പ്രോട്ടോടൈപ്പ് മീൻസ് ഒരു മോഡൽ, അതൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രോട്ടോടൈപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോട്ടോടൈപ്പിംഗ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്റ്റാൻഡ് അലോൺ പ്രോസസ് മോഡൽ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ കസ്റ്റമറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ്സും ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സോഫ്റ്റ്വെയർ എന്തായിരിക്കും കസ്റ്റമർക്ക് അറിയായിരിക്കില്ല, ഇന്ന ഒബ്ജക്റ്റീവ്സാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ വേണ്ടത്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്തു. ദെൻ ആ ഒരു റിക്വയർമെൻറ്റ്സ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക ഒരു ക്വിക്കായിട്ടുള്ളൊരു പ്രോട്ടോടൈപ്പ് പ്ലാൻ ചെയ്യുക. പ്രോട്ടോടൈപ്പിംഗ് ഐട്രേഷൻ ഈസ് പ്ലാൻഡ് ക്വിക്ക്ലി. പെട്ടെന്ന് ഒരു ക്വിക്കായിട്ട് നമുക്കത് കസ്റ്റമർക്ക് എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അത് പ്ലാൻ ചെയ്യും. പിന്നെ ആ ഒരു ക്വിക്ക് ഡിസൈൻ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും കസ്റ്റമർക്ക് ഒരു എൻഡ് യൂസറിന് വിസിബിൾ ആകുന്ന രീതിയിലുള്ളൊരു പ്രോട്ടോടൈപ്പ് ഒരു മോഡൽ അവർക്ക് കാണിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് നിങ്ങളൊരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഉണ്ടാവുക എന്നുള്ളൊരു ആ ഒരു വ്യൂവിൽ കസ്റ്റമർക്ക് അത് ഡെലിവർ ചെയ്യും. അപ്പം ദ ക്വിക്ക് ഡിസൈൻ ലീഡ്സ് ടു ദ കൺസ്ട്രക്ഷൻ ഓഫ് എ പ്രോട്ടോടൈപ്പ്. ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യും, ദെൻ ആ മോഡൽ കസ്റ്റമർ കൊടുത്തു, ഇസ് ഡിപ്ലോയ്ഡ് ആൻഡ് ഇവാലുവേറ്റഡ് ബൈ സ്റ്റേക്ക് ഹോൾഡർ മീൻസ് കസ്റ്റമർ ആൻഡ് യൂസറിന് കൊടുത്തു. എന്നിട്ട് അവരെന്ത് ചെയ്യും പ്രൊവൈഡ് ഫീഡ്ബാക്ക് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഫർദർ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, ഇനി ആ ഒരു മോഡലിനകത്ത് ആ ഒരു പ്രോട്ടോടൈപ്പിനകത്ത് ഇനി എന്തൊക്കെ അവരത് അനലൈസ് ചെയ്തു അതിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കും. ഇനി അതിൽ എക്സ്ട്രാ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് ആവശ്യമുള്ളത് എന്നുള്ളത് പറയും. Then iteration occurs as the prototype to tune is satisfied to the
നീഡ്സ് ഓഫ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോട്ടോടൈപ്പിനകത്ത് ഇനി എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് ആവശ്യമുള്ളത്, അപ്പോൾ അല്ലെങ്കിൽ ഏതൊക്കെ റിക്വയർമെൻറ്റ്സ് അവരിനി സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു വേരിയസ് റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നവരെ നമ്മൾ വേരിയസ് ഐട്രേഷനിൽ നമ്മൾ ഓരോ മോഡലിങ്ങനെ അവർക്ക് കൊടുക്കും, ഓരോ പ്രോട്ടോടൈപ്പ്. അപ്പോൾ കംപ്ലീറ്റ് പ്രോട്ടോടൈപ്പ് ആവുന്ന എപ്പോഴാണോ ആ സമയത്ത് നമ്മൾ അത് എന്ത് ചെയ്യും, ഒരു ഒറിജിനൽ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ ആയി ഡെവലപ്പ് ചെയ്തിട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ പ്രോട്ടോടൈപ്പ് ക്യാൻ സെർവ് ആസ് എ ഫസ്റ്റ് സിസ്റ്റം. ഇപ്പോൾ ഫസ്റ്റ് സിസ്റ്റമാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ചില പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ദർ ബിൽഡ് ആസ് ത്രോ എവേസ്, എന്തായിരിക്കും, പിന്നെ അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ബട്ട് others are evolutionary in the sense that the prototype slowly evolves to the actual system. ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഇൻക്രിമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോട്ടോടൈപ്പാണ് പിന്നെ ഒരു ആക്ച്വൽ സിസ്റ്റത്തിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഇവിടെ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ടു പ്രോബ്ലംസ് പറയുന്നത്, ടു ഡിസഡ്വാൻറ്റേജസ് പറയുന്നു. ഒന്ന് പറയുന്നത് എന്താ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് സീ വാട്ട് അപ്പിയേഴ്സ് ടു ബി വർക്കിംഗ് വേർഷൻ ഓഫ് ദ സോഫ്റ്റ്വെയർ അൺഅവെയർ ദി പ്രോട്ടോടൈപ്പ് ഈസ്. അതായത് ഒരു കംപ്ലീറ്റ്ലി ഒരു പ്രോട്ടോടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ പ്രോട്ടോടൈപ്പിൽ അവർ എന്തൊക്കെ അവർ ഉദ്ദേശിച്ച റിക്വയർമെൻറ്റ്സൊക്കെ അതിലുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മാത്രമേ അവർ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നു. ദേ ആർ നോട്ട് കൺസിഡേർഡ് അബൌട്ട് ദ ലോങ് ടേം മെയിൻ്റെനബിലിറ്റി. അത് എത്ര കാലം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മെയിൻ്റെനൻസ് എങ്ങനെയാണ്, ഹൈ ലെവൽ ഓഫ് ക്വാളിറ്റി ക്യാൻ ബി മെയിൻറ്റെയിൻ. അവർ അത് ആ പ്രോഡക്റ്റ് റീബിൽഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്വാളിറ്റി, ഹൈ ലെവൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും അവരപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, അൺഅവെയർ ആയിരിക്കും, അവെയർ ആവണമെന്നില്ല. അവർ ആ ജസ്റ്റ് ആ വർക്കിംഗ് മോഡൽ മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അപ്പോൾ അവർ ഉദ്ദേശിച്ച റിക്വയർമെൻറ്റ്സ് അതിലുണ്ടോ, ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് നോക്കും. ബട്ട് അതിൻ്റെ മെയിൻ്റെനബിലിറ്റി അല്ലെങ്കിൽ ഹൈ ലെവൽ ഓഫ് ക്വാളിറ്റി എങ്ങനെയാണോ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അവർ അൺഅവെയർ ആയിരിക്കും. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ, ഒരു പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സംബന്ധിച്ചിടത്തോളം പ്രോട്ടോടൈപ്പ് വെരി ക്വിക്ക്ലി ഡെലിവർ ചെയ്യുന്ന ഒരു സാധനം അല്ലേ, ക്വിക്ക്ലി ആയിരിക്കും, വർക്കിംഗ് ക്വിക്ക്ലി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരതിൽ കുറേയൊക്കെ കോംപ്രമൈസസ് വരുത്തുന്നുണ്ട്. ഏതിൻ്റെ കാര്യത്തിൽ, കുറേ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും കുറേ ഇംപ്ലിമെൻറ്റേഷൻ അൽഗോരിതം ഒക്കെ അതിൽ കുറേ കോംപ്രമൈസ് വരുത്തിയിട്ടാണ് അത്ര ക്വിക്കായിട്ടൊരു പ്രോട്ടോടൈപ്പ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ അവർ ഒറിജിനലായിട്ട് അല്ലെങ്കിൽ ഒരു ആക്ച്വൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ദേ ബിക്കം കംഫർട്ടബിൾ വിത്ത് ദിസ് ചോയ്സ്. ഈ ഒരു അൽഗോരിതം ആദ്യം യൂസ് ചെയ്ത ഒരു അൽഗോരിതം അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻ്റ് അൽഗോരിതമായിട്ട് അവർ അതുമായിട്ടാണ് കംഫർട്ടബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഇനി ഒരു പുതിയൊരു അൽഗോരിതം അല്ലെങ്കിൽ ഫോർഗെറ്റ് ഓൾ ദ റീസൺ ബൈ ദേ ആർ ഇൻഅപ്രോപ്രിയേറ്റ്. എന്തുകൊണ്ട് ഈ ഒരു അൽഗോരിതം ഇൻഎഫിഷ്യൻ്റായി അല്ലെങ്കിൽ അത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് പിന്നെ ഉണ്ടാക്കുക. അപ്പോൾ അതൊന്നും അവരൊക്കെ അതെന്തായിരിക്കും, അത് അതിനെപ്പറ്റി ആ ഒരു റീസണിനെ പറ്റി അവർ ഫോർഗോട്ട് ചെയ്യും. കാരണം അവർ ഇത്രയും നേരം ഉണ്ടാക്കിയ പ്രോട്ടോടൈപ്പൊക്കെ എന്ത് വെച്ചിട്ടായിരിക്കും, ദാറ്റ് ഇൻഎഫിഷ്യൻ്റ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മെനി ഫീച്ചേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഇതായിട്ട് അവർ കംഫർട്ട് ആകുമ്പോൾ എന്ത് ചെയ്യുക, അവരിനി അതിനെപ്പറ്റി എഫിഷ്യൻസി കൂട്ടാൻ അല്ലെങ്കിൽ അതുമായിട്ട് ചിന്തിക്കില്ല. അപ്പോൾ അതൊക്കെയാണ് രണ്ട് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്ന പ്രോട്ടോടൈപ്പ്. അപ്പോൾ എവല്യൂഷണറി പ്രോസസ് എന്ന് പറഞ്ഞാൽ ഓരോ ഐട്രേഷനായിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ ഡെലിവർ ചെയ്യുന്നതാണ്. ഫസ്റ്റ് ടൈപ്പാണ് പ്രോട്ടോടൈപ്പ്. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ ഐട്രേഷനിലും ഒരു മോഡലാണ് കസ്റ്റമർക്ക് ഡെലിവർ ചെയ്യുന്നത്. ആ മോഡൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, അവർ ഉദ്ദേശിച്ച എല്ലാ വേരിയസ് നീഡ്സ് ഓഫ് റിക്വയർമെൻറ്റ്സ് അതിന് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം അതൊരു ആക്ച്വൽ സിസ്റ്റമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ഡെലിവർ ചെയ്യും. ഇതാണ് എൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഒരു ക്വിക്ക് പ്ലാൻ, അതായത് പെട്ടെന്ന് തന്നെ ഒരു മോഡൽ ഉണ്ടാക്കും, ആ മോഡൽ എന്ത് ചെയ്യും, കൺസ്ട്രക്ട് ചെയ്യും, അത് കസ്റ്റമർക്ക് ഡെലിവർ ചെയ്യും. വീണ്ടും ആ കസ്റ്റമർ അത് അനലൈസ് ചെയ്യും, അതിൻ്റെ ഫീഡ്ബാക്ക്, അതിന് ഇനി എക്സ്ട്രാ ഫീച്ചേഴ്സ് വേണമെന്ന് പറയും, വീണ്ടും അത് ക്വിക്ക് പ്ലാൻ ചെയ്യും മോഡൽ കംപ്ലീറ്റ്. ഈ ഒരു പ്രോട്ടോടൈപ്പ് ഇവിടെ ഡെലിവർ ചെയ്യുന്ന ഒരു പ്രോട്ടോടൈപ്പ്, ആ പ്രോട്ടോടൈപ്പ് കസ്റ്റമർ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതാണ് അപ്പോൾ എന്തായിട്ട് ഒറിജിനൽ ആക്ച്വൽ സിസ്റ്റമായിട്ട് ഡെലിവർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എവല്യൂഷണറി പ്രോസസ് മോഡലിൻ്റെ സെക്കൻഡാണ് സ്പൈറൽ മോഡൽ എന്ന് പറഞ്ഞാൽ. എനിക്ക് ഈ ഒരു PDF ക്ലിയർ അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ അയച്ചു തരുന്നുണ്ട്. സ്പൈറൽ മോഡലാണ് സെക്കൻഡ് ഇറ്ററേറ്റീവ് മോഡൽ അല്ലെങ്കിൽ എവല്യൂഷണറി മോഡൽ എന്ന് പറഞ്ഞാൽ. സ്പൈറൽ മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്ററേറ്റീവ് നേച്ചർ കൺട്രോൾഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആസ്പെക്റ്റ് ഓഫ് വാട്ടർഫോൾ മോഡൽ. ഇവിടെ ഐട്രേറ്റീവ് നേച്ചറുണ്ട്, അതായത് പ്രോട്ടോടൈപ്പ് മോഡൽ വരുന്ന ഒരു ഐട്രേറ്റീവ് നേച്ചറുണ്ട്. അതേസമയം വാട്ടർഫോൾ മോഡലിൽ എല്ലാ സ്റ്റെപ്സും ഇവിടെ സിസ്റ്റമാറ്റിക് ആസ്പെക്റ്റ് ഓഫ് വാട്ടർഫോൾ മോഡൽ ഇവിടെ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. വാട്ടർഫോൾ മോഡൽ വരുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് തന്നെയാണ് വരുന്ന കമ്മ്യൂണിക്കേഷൻ, പ്ലാനിങ്, മോഡലിംഗ്, കൺസ്ട്രക്ഷൻ, ഡിപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്പൈറൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടില്ലേ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനാണ്. പ്ലാനിങ് ചെയ്തു, മോഡലിംഗ് ചെയ്തു, കൺസ്ട്രക്ട് ചെയ്തു, ഡിപ്ലോയ് ചെയ്തു. അങ്ങനെ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടോടൈപ്പിൻ്റെ ഒരു മോഡൽ ഇവിടെ കസ്റ്റമർക്ക് ഡെലിവർ ചെയ്യുന്നുണ്ട് അല്ലേ.
അപ്പോൾ അങ്ങനെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതപ്പോൾ വീണ്ടും കസ്റ്റമറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ലേൺ ചെയ്ത് അപ്പോൾ ലാസ്റ്റ് എൻ്റെ കംപ്ലീറ്റ് ഔട്ട്പുട്ട് എന്ന് ഉദ്ദേശിക്കുന്നതായിരിക്കും കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ ആണ് അവിടെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പോൾ സ്പൈറൽ മോഡൽ ക്യാൻ ബി അഡാപ്റ്റഡ് ടു അപ്ലൈ ത്രൂ ഔട്ട് ദി എൻറ്റയർ ലൈഫ് സൈക്കിൾ ഓഫ് ആൻ ആപ്ലിക്കേഷൻ ഫ്രം കൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് ടു മെയിൻ്റനൻസ്. ഇവിടെ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് മുതൽ കംപ്ലീറ്റ് സിസ്റ്റമായ അതിൻ്റെ മെയിൻ്റനൻസ് വരെ എവിടെ എത്തുന്നുണ്ട് ഈ ഒരു സ്പൈറൽ മോഡലിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പൈറൽ മോഡൽ ഈസ് ഡിവൈഡ് ഇൻറ്റു സെറ്റ് ഓഫ് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് ഡിഫൈൻഡ് ബൈ ദ സോഫ്റ്റ്വെയർ ആക്ടിവിറ്റീസ്. കുറേ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? കമ്മ്യൂണിക്കേഷൻ, പ്ലാനിങ്, മോഡലിംഗ്, construction and deployment. The software team performs activities that are implied by a circuit around the spirals in a clockwise direction beginning at the center. അപ്പോൾ സെൻറ്ററിൽ തുടങ്ങി ഈ ആക്ടിവിറ്റീസ് ഇങ്ങനെ ത്രൂ ഔട്ടിൽ ഒരു സർക്യൂട്ട്, ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു സർക്യൂട്ടായിട്ടാണ് ഈ ഒരു പ്ലാനിങ്, ഈ ഒരു ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നത്. ഇനി a combination of work product and conditions that are attained along the path of a spiral. അപ്പോൾ കംപ്ലീറ്റ് പാത്ത് സ്പൈറലിൻ്റെ കംപ്ലീറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് ലാസ്റ്റ് വരുന്നത് എന്തായിരിക്കും? കംപ്ലീറ്റ് സർക്യൂട്ട്, കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സർക്യൂട്ട് അറൗണ്ട് ദി സ്പൈറൽ, ഫസ്റ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് റിസൾട്ട്സ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷൻ. ഒരു പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷൻ്റെ ഡെവലപ്മെൻറ്റിലാണ് എത്തിക്കുന്നത്. ഓക്കെ, ദെൻ എന്ത് ചെയ്യും? ഓരോ സബ്സിക്വൻറ്റ് പ്രോസസ്സ് വരുന്ന സമയത്തും കുറച്ചും കൂടി മോഡൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡെവലപ്പ് എ പ്രോട്ടോടൈപ്പ് ദെൻ പ്രോഗ്രസീവ്ലി മോർ സോഫിസ്റ്റിക്കേറ്റഡ് വേർഷൻസ് ഓഫ് ദ സോഫ്റ്റ്വെയർ. ഓരോ സർക്യൂട്ടിൽ എന്ത് ചെയ്യുന്നത്? കുറച്ചും കൂടെ പ്രോഗ്രസീവ്ലി മോർ കംപ്ലീറ്റ് വേർഷൻ ഓഫ് ദ സോഫ്റ്റ്വെയറിലേക്കാണ് അത് എത്തിക്കുന്നത്. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ സ്പൈറൽ മോഡൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളൊന്ന് മൊത്തം വായിച്ചു നോക്കുക. കംപ്ലീറ്റ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.